കഠിനാധ്വാനം ചെയ്യുന്ന ഒരച്ഛൻ്റെ വിയർപ്പിൻ്റെ തണലിൽ നിന്ന് സ്വന്തം വഴി വെട്ടിത്തുറന്ന യുവത്വത്തിൻ്റെ കഥയാണ് ബാലുശ്ശേരിയുടെ VT സൂരജിന് പറയാനുള്ളത്. ഈ ഓലമേയുന്നത് ഏതെങ്കിലും ഒരാളല്ല. ബാലുശ്ശേരി മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി VT സൂരജിൻ്റെ പിതാവാണ് VT നാരായണൻ. പറഞ്ഞിട്ടപ്പം സൂരജ് മത്സരിക്കുകയാണ് നിയമസഭയിലേക്ക്. എങ്ങനെയാണ് ഇതിന് കാണുന്നത്? അതായത് എൻ്റെ ഒരു പൊതുപ്രവർത്തനം നമുക്ക് കുറേ കാലമായി ഇത് തന്നെ ഫുൾ ടൈം ഇതിൻ്റെ പ്രവർത്തനമൊക്കെ ആയി ബന്ധപ്പെട്ട് അപ്പോൾ ജോലിക്കൊന്നും പോകാത്തത് കൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ശകാരിക്കലൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയും, അപ്പോൾ അച്ഛൻ പേടിക്കൊന്നും വേണ്ട, അച്ഛൻ്റെ കടങ്ങളൊക്കെ ഞാൻ പേടിക്കോളൂ എന്നൊക്കെ പറയും. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ, ഒരു സ്ഥാനത്തേക്ക് അവനെ തിരഞ്ഞെടുക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. അപ്പോൾ എൻ്റെ പ്രസ്ഥാനം, അതുപോലെ തന്നെ സമൂഹത്തിലവനുള്ള അംഗീകാരം, അതായിരിക്കാം അവനെ ഇങ്ങനെ ഒരു സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും എനിക്ക് വലിയ സന്തോഷമുണ്ട്. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം അവൻ്റെ നോമിനേഷൻ കൊടുക്കാൻ സമയത്ത് അച്ഛനും അമ്മയും വരണമെന്ന് പറഞ്ഞ് ഞാൻ പോയപ്പോൾ ജനങ്ങൾ അവന് കൊടുത്ത അംഗീകാരം കണ്ട് സത്യത്തിൽ എന്നോട് കരഞ്ഞുപോയി. അതാണ് എൻ്റെ നിലവിലുള്ള സാഹചര്യം. വീട്ടിലിപ്പോൾ നമുക്ക് സാമ്പത്തിക ഭദ്രതയൊന്നുമില്ല, എനിക്കൊന്നും കൊടുക്കാനൊന്നും കഴിയില്ല, സാമ്പത്തികമായിട്ട് സഹായിക്കാനൊന്നും പറ്റിയില്ല. പിന്നെ എൻ്റെ മനസ്സപ്പോൾ എൻ്റെ കൂടെ ഉണ്ടാവും. എന്തായാലും ഈ കാലയളവിലൊന്നും ഒരു മോശം പ്രവൃത്തി ചെയ്തിട്ടൊരറിവ് എൻ്റെ ബന്ധുക്കളോ നാട്ടുകാരോ സുഹൃത്തുക്കളോ ആരും പറഞ്ഞിട്ട് അറിയില്ല. അതുകൊണ്ട് ബാലുശ്ശേരിയിലെ ജനം ഓന ഏറ്റെടുക്കുന്നുള്ളൊരു വിശ്വാസമാണ് എനിക്കുള്ളത്. അത്രയൊക്കെ എനിക്ക് ഇതായി ബന്ധപ്പെട്ടു. ഈ നാട്ടിൻ്റെ ജോലി നോക്കുകയാണെങ്കിൽ ഓലമേലൊക്കെയാണ് വലിയ കഷ്ടപ്പാടുള്ള ജീവിത പശ്ചാത്തലമായിരിക്കും സ്വാഭാവികമായിട്ടും സൂരജിന്. അപ്പം എങ്ങനെയാണ് സൂരജ് ഈ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റുമൊക്കെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ എങ്ങനെയാണ് അത് ജീവിച്ചത്? അല്ല, ഓൻ്റെ ഈ വീട്ടിലെ സാമ്പത്തിക പ്രയാസങ്ങളൊന്നും വലിയ രീതിയിലൊന്നും എന്നെ അറിയിക്കാറില്ല. പിന്നെ നേരത്തെ, അതായത് ഒരു +2 വിദ്യാഭ്യാസ കാലം വരെയൊക്കെ എന്നെ അന്നേരം എനിക്ക് ഇത്ര ബുദ്ധിമുട്ടില്ല, കാരണം എൻ്റെ ചെറിയ മക്കളല്ലേ. അപ്പോൾ പിന്നെ ഞാനൊരു വീട് പണിയൊക്കെ എടുത്ത് കുറേ കഷ്ടതയിലൊക്കെ ആയി, സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ വന്ന്. അപ്പോൾ ഓനെപ്പോഴും പറയൂ, അമ്മയോടാ പറയുക, എന്നോടല്ല. അച്ഛനോട് ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ആക്കിയിട്ട്, ഞാൻ 2 ആൺകുട്ടികളാണ്. അപ്പോൾ ഞങ്ങൾ 2 ആളും കൂടി അച്ഛൻ്റെ കടങ്ങളൊക്കെ വീടും പ്രയാസപ്പെടണ്ടെന്ന് പറഞ്ഞാൽ മതി പോകണം. ഞാനിങ്ങനെ മക്കളോട് കൂട്ടം കൂടിയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ അതൊക്കെയാണ് വീട്ടിലെ സാഹചര്യം. അതെൻ്റെ സത്യാവസ്ഥയാണ് ഞാനീ പറയുന്നത്. രാഷ്ട്രീയ മത്സരങ്ങൾക്കപ്പുറം ഈ പോരാട്ടം ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം കൂടിയാണ്. ഏതു സാധാരണക്കാരനും സ്വന്തം സ്വപ്നങ്ങളിലേക്ക് നടന്നു കയറാമെന്നതിൻ്റെ ഉദാഹരണം. വീഡിയോ ജേർണലിസ്റ്റ് വിനീഷ് ഒളവണ്ണയ്ക്കൊപ്പം റിപ്പോർട്ടർ ശരത് SS, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.